പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മന്ത്രിമാരെ പുറത്താക്കി മാലദ്വീപ് ഭരണകൂടം. ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരായി മന്ത്രി മറിയം ഷിയുനെ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. മറിയം ഷിയുനെ കൂടാതെ ഹസൻ സിഹാൻ, മൽഷ എന്നീ മന്ത്രിമാരെയാണ് മാലദ്വീപ് ഭരണകൂടം പുറത്താക്കിയത്. വിഷയത്തിൽ ഭാരതം അതൃപ്തി അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. രാഹുൽ ജോർജ് കോശി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, വിശദാംശങ്ങൾ. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് എക്സിലൂടെ പരാമർശം നടത്തിയ മാലിദ്വീപ് മന്ത്രിമാരെയാണ് ഇപ്പോൾ ഭരണകൂടം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാലിദ്വീപ് യുവ ശാക്തീകരണ മന്ത്രിയായ മറിയം ഷിയുന, അതോടൊപ്പം തന്നെ മന്ത്രിമാരായ മൽഷ, ഹസൻ സിഹാൻ എന്നിവരെയാണ് മാലിദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചിരുന്നു. അവിടെ നിരവധി പദ്ധതികൾ അവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യേണ്ട ഭാഗമായിട്ടാണ് അദ്ദേഹം ലക്ഷദ്വീപ് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ തന്നെ ഒരു ദ്വീപ് സമൂഹത്തിൽ സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ അവിടെ സ്നോർക്കലിംഗ് പോലുള്ള പരീക്ഷണങ്ങൾ ഒക്കെ അദ്ദേഹം നടത്തി. അദ്ദേഹം അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ, എക്സിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം ഈ ഒരു മന്ത്രി മറിയം ഷിയുന എന്ന മന്ത്രി തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ പല പ്രശസ്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുപോലെ തന്നെ ഭാരതം ഇതിനെതിരെ വളരെ അതൃപ്തി അറിയിച്ചിരുന്നു, മാലിദ്വീപ് ഭരണകൂടത്തിനോട് അതൃപ്തി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 3 മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു മന്ത്രി അദ്ദേഹം എക്സിൽ പറഞ്ഞത് ലക്ഷദ്വീപിനെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തിക്കാട്ടിക്കാനാണ് ഭാരതം ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അത് മാലിദ്വീപിലെ ഒരു ടൂറിസം മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ബീച്ച് ടൂറിസത്തിൽ മാലിദ്വീപുമായി മത്സരിക്കുന്നതിൽ ഭാരതം കാര്യമായി വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ള രീതിയിലുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നാലെ ബോയ്ക്കോട്ട് മാൽഡീവ്സ് എന്നൊരു രീതിയിലുള്ളൊരു വലിയൊരു ഹാഷ്ടാഗ് ഒരു പ്രചാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നു. അതുപോലെ തന്നെ ഭാരതീയർ പലരും ഇവിടേക്ക് പോകാൻ, വിനോദസഞ്ചാരത്തിനായി ഇവിടേക്ക് പോകാനിരുന്നവരെല്ലാം അവരുടെ ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിൽ വളരെയധികം തങ്ങളുടെ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചതുകൊണ്ട് അത് അവർ ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ആ ഒരു ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആക്ഷേപം വന്നിരിക്കുന്നത്. എന്നാൽ വളരെ മോശമായ രീതിയിലാണ് പ്രധാനമന്ത്രിയെ ഈ മന്ത്രിമാർ തങ്ങളുടെ എക്സ് അക്കൗണ്ടിലൂടെ ഇപ്പോൾ പരാമർശം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാലിദ്വീപിലെ ഭരണകൂടം കഴിഞ്ഞ നവംബറിൽ അധികാരം കൈമാറ്റം ചെയ്ത മുഹമ്മദ് മൊയ്സു എന്ന അധികാരത്തിൽ ഏറ്റപ്പെട്ട ആ പുതിയ ഒരു ഭരണകൂടം ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ള രീതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതവും മാലിദ്വീപുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ വഷളായി വരികയാണ് എന്നന്ന് അറിയാനായിട്ട് സാധിച്ചു. ചൈനയുമായി കൂടുതൽ അടുക്കുന്ന രീതിയിലുള്ളൊരു ഭരണമാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഭാരതത്തിൻ്റെ ആ ഒരു അതൃപ്തി പ്രകടനത്തിലൂടെ തന്നെ ഇപ്പോൾ ഭരണകൂടം അവരുടെ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്.